ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസിൽ ഇന്ന് ശനിയാഴ്ചയാണ്. ആക്ച്വലി നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ എന്നുവെച്ചാൽ ഒരു ബിസി ഡേ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ അല്ല, ഓൾമോസ്റ്റ് ടൈം 12 മണി ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ രാവിലെ കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ റിസപ്ഷൻ ഉണ്ട്. ആക്ച്വലി നാളെയാണ് കല്യാണം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നുണ്ട്. അപ്പം അതിന് പോകുന്നതും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ രാവിലെ എണ്ണീറ്റു, ഞാൻ പറഞ്ഞില്ലേ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറ്റാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ രീതിക്ക് PCODയുടെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. അപ്പം അതുകൊണ്ട് നല്ല രീതിക്ക് വെയിറ്റ് കുറയ്ക്കണം. ഇപ്പോൾ എനിക്ക് 67 കിലോ ഉണ്ട്. അപ്പോൾ 67 കിലോയിൽ നിന്ന് ഒരു 60 കിലോയിലേക്ക് എത്തിക്കണം. എന്നാൽ നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് ഡയറ്റ് ബാലൻസ് ചെയ്താൽ മാത്രമേ എൻ്റെ PCOD ഒന്ന് കുറഞ്ഞു കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ചായ രാവിലെ അങ്ങനെ കുടിക്കാറില്ല. അപ്പം ഇന്നലെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ രാവിലെ കുടിക്കുന്നത് തന്നെ ഇത് നമ്മുടെ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീക്കകത്ത് നമ്മുടെ ഷുഗർ കട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ഹണി ആഡ് ചെയ്തിട്ടാണ്. കാരണം ഹണി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് വണ്ണം ചൊട്ടുമെന്നൊക്കെയാണ് ഞാനിങ്ങനെ കേട്ടുള്ളത്. ഗ്രീൻ ടീ നല്ലതാണെന്നാണ് പറയുന്നത് കൊഴുപ്പടിയാൻ. അപ്പം ഞാൻ അത് കുടിക്കാൻ പോകുകയാണ്. അല്ലാണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും ഞാൻ പോകുന്ന റിസപ്ഷൻ്റെതും ട്രാവൽ ചെയ്യുന്നതും എല്ലാം കാണിച്ചു തരാം. ഓക്കെ. ഗ്രീൻ ടീ ഇടുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം PCOD ഉള്ള എല്ലാവരും സത്യം പറഞ്ഞാൽ ഈ ചായ സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് ഗ്രീൻ ടീ കുടിക്കുക രാവിലെയും വൈകിട്ടും. രാവിലെ വെറും വയറ്റിൽ കുടിക്കണം എന്നാണ്. ഞാൻ ഇതുവരെ ഇത്രയും നേരം എണ്ണിട്ടിട്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ ഒരു ഇതിൽ നമുക്ക് പറ്റുന്ന ടേസ്റ്റിൽ നമ്മൾ ടീ ബാഗ് നല്ലോണം ഇതാക്കിയിട്ട് അതിൽ കുറച്ച് ഹണി ചേർത്തിട്ട് കുടിക്കുക. ഞാനത് ചേർത്തിട്ട് നിങ്ങളെ കാണിക്കാം. സോ ഇനി നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം. ഗ്രീൻ ടീ കുടിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് കുടിക്കണം. കാരണം ഡയറ്റ് പ്ലാൻ നമ്മുടേതാണ്, വെയിറ്റ് കുറയേണ്ടത് എൻ്റേതാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിത് കുടിച്ചേ പറ്റുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുടിക്കാൻ. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്താൽ നല്ലതായിരുന്നു. പക്ഷേ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. എനിവേസ് നമ്മൾ എന്തായാലും അത് കുടിക്കണം. പിന്നെ അതിനുശേഷം എനിക്ക് ഫ്രഷ് ആവണം, ഹെയർ വാഷ് ചെയ്യണം, കുളിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങും. പിന്നെ പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഒരു 30 ഡേയ്സ് ചെയ്യാൻ ഒരു വെയിറ്റ് ഗെയിൻ ചലഞ്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഞാനിപ്പം ഇന്നലെ തൊട്ട് ഞാൻ അധികം അങ്ങനെ ഫാസ്റ്റ് ഫുഡ് കഴിക്കലില്ല. ഫാസ്റ്റ് ഫുഡ് കംപ്ലീറ്റ് നിർത്തി. ഇപ്പം ഞാൻ ബേക്കറിയിലൊക്കെ പോകുകയാണെങ്കിലും നട്ട്സോ ബദാമോ ഒക്കെ നമ്മൾ ഗ്രാം കണക്കിന് മേടിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കലേ ഉള്ളൂ. ഞാൻ ഷവർമ ഷവായി കുഴിമന്തിയൊക്കെ കഴിക്കുന്ന പരിപാടി നിർത്തി. 30 ദിവസം എനിക്ക് അത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്നത് പോലെ റൈസ് കുറയ്ക്കുക. ഞാൻ ഈ വൈറ്റ് റൈസിൻ്റെ ചോറാണ് കഴിക്കുന്നത്. അത് മാറ്റിയിട്ട് മട്ട റൈസിൻ്റെ ഈ ചുമന്ന അരി ഉണ്ടല്ലോ അതിൻ്റെ ചോറ് കഴിക്കണം എന്നാണ് എനിക്ക് പ്ലാൻ. പക്ഷേ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ നൈറ്റ് ഫുഡ് സ്കിപ്പ് ചെയ്യണം. പിന്നെ ജ്യൂസ് നല്ലോണം കുടിക്കണം. അങ്ങനെയൊക്കെ 1-2 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. ഇതിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഫാൻ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ കാറ്റ് കാരണം അത് നമ്മുടെ ഓൺ വോയിസ് കേൾക്കുന്നില്ലായിരുന്നു. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ റെഡിയായി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിന് ശേഷം റെഡിയാകാൻ വേണ്ടി പോവാണ്. അതിനിടയ്ക്ക് ഞാൻ പറയുന്നത് എവിടെയാണ് പോകുന്നത്, ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ റിസപ്ഷൻ എങ്ങനെയാണ് പോകുന്നത് അത് ഞാൻ വഴിയെ പറയാം. എനിക്ക് ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ റെഡി ആവുകയാണെന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ നമ്മൾ പിന്നെ ഞാനവിടെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. എന്തോ ഞാൻ പോകുന്നതിനെക്കുറിച്ചിട്ടും ഒക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ റെഡിയാകാൻ പോവുകയാണ് നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഞാൻ മുടിയൊന്നും അങ്ങനെ കെട്ടലില്ല, ഇങ്ങനെ തന്നെയാണ് ആക്ച്വലി. പിന്നെ ഇതാണ് എൻ്റെ കമ്മൽ. ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് കമ്മൽ ഡ്രസ്സിന് ചേരുന്നത് ഞാൻ കമ്മപ്പിച്ച് കഴിച്ച് അങ്ങനെ. പിന്നെ ഇത് നമ്മുടെ തന്നെ ബ്രാൻഡിൻ്റെ ഒരു മെറ്റീരിയലായിരുന്നു. ലൈക്ക് ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്, കസ്റ്റമൈസ്ഡ് ആയിട്ട്. ഞാൻ പറഞ്ഞ രീതിക്കാണ് ചേച്ചി എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ പോകുന്ന വഴിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മൾ റിസപ്ഷന് പോകാൻ റെഡിയായി ഇറങ്ങി. ബസ്സിലാണ് പോകുന്നത്. നമുക്ക് ഇടപ്പോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, അതായത് കായംകുളം പോകുന്ന റൂട്ടിൽ തന്നെയാണ്. കായംകുളം പോകുന്ന റൂട്ടിൽ ആദ്യം ബസ്സിൽ ഞങ്ങൾ കയറി അടൂർ ഇറങ്ങി. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇതെല്ലാം മേടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ
പോകുന്ന വഴി ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ചേച്ചി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്, എനിക്ക് മേക്കപ്പ് കൂടുതലാണോ, എനിക്ക് കുറവാണോ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്, സുന്ദരിയല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ബസ്സിലിരുന്ന് ഞങ്ങൾ ഫ്രണ്ടിലും ബാക്കിലോട്ടാണ് ഇരുന്നത്. സോ അതാണ് ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. അതെ, എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് ഇരിപ്പുണ്ട്. ബാക്കിലിരുന്നുകൊണ്ട് ഒരു പയ്യൻ നമ്മളെ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ പഠിച്ചത് മരിയൻ കോളേജ് കുറ്റിക്കാനത്താണ്. ഞങ്ങൾ കണ്ട് പരിചയപ്പെടുന്നത് SBI വെച്ചിട്ടാണ്. SBI ആദ്യം വന്നപ്പോ എന്റെ മോനെ ഇവനെ പോലൊരാള് ലാസ്റ്റ് പരിചയപ്പെട്ട് കഴിഞ്ഞ് എനിക്ക് 9 മണിക്കൂർ ജോലി ഉണ്ടെങ്കിലും ചേച്ചി ചേച്ചി ചേച്ചിന്ന് വിളിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ സ്വന്തമായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു 3 കൂൾ ബാർ അല്ല 1 കൂൾ ബാർ ബ്രാൻഡ് ഉണ്ട്, 3 ഔട്ട്ലെറ്റ് ഉണ്ട്, 4th ഔട്ട്ലെറ്റ് വരുന്നു, ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നു. പിന്നെ മിൽക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡ് നെയിം ബി കൂൾ. അപ്പം ഞങ്ങളുടെ കാര്യങ്ങള് ഞങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറ. ഫാത്തിമ ഞാൻ എന്താ പറയുന്നത്, വേറെ ലെവലാണ്. ഇതുവരെ ആ ലെവലിലോട്ട് തുറന്നിട്ടില്ല. കീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെന്താണ് SBI ആകെ താങ്ങും തണലുമായിരുന്നു ഫാത്തിമ. അതെ, അമ്മയുടെ പൈസ വാങ്ങിച്ച് എന്താ പറഞ്ഞു, കട്ടൻ ചായ മേടിച്ചരാ ചേച്ചി ഒന്ന് നിന്നെ ഇങ്ങോട്ട്. ഞാൻ പറയാം ശരി, എനിക്ക് ഹോസ്റ്റലിൽ കാരണം ഇങ്ങോട്ട് വാ ചേച്ചി, നമുക്ക് പോയി കട്ടൻ ചായ കുടിച്ചിട്ട് പോയാൽ മതി, എന്റെ അമ്മ പൈസ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം എന്നോട് കാര്യം പറഞ്ഞ് മെട്രോയിൽ സ്റ്റേഷൻ തെറ്റി അപ്പുറത്തെ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി, പിന്നെ ഇപ്പുറത്തെ സ്റ്റേഷനിൽ വന്ന കഥ വരെ കുട്ടിക്കും. അല്ല അപ്പൊ ഒരു ദിവസം അങ്ങാണ്ട് ലീവാക്കി, നെക്സ്റ്റ് ഡേ വന്ന എന്താടാ വരാന്, ഇത് എവിടുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഞാൻ 250 രൂപ കൂടെ എടുത്തതാ. അയ്യോ അനീഷേ വിളിച്ചോണ്ട് പോയി ചെറുക്കനെ. അങ്ങനെ വലിയ കഥകളുള്ള ഒരു പാവം പിടിച്ച മുതലാളിയാണ് ഇപ്പം ഈ സെയിൻ എന്ന് പറയുന്ന വ്യക്തി. പുള്ളിക്കാരന്റെ ചേച്ചിയുടെ കല്യാണത്തിനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. റിസപ്ഷൻ നാളെയാണ് കല്യാണം. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള വ്യൂസും കാണിക്കാം. പൈസ ഇട്ട് തരും, ആ ചേച്ചി കട്ടൻ ചായ മേടിച്ചാലാണ് അന്ന് വെഡ്ജിന്റെ പോകുമ്പോ ഞാനും കുഞ്ഞും കൂടെ പോകുമ്പോഴത്തേക്കും ഇതുപോലെ കോളിട്ട് മതി ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാളത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടൂര് SM-ലാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എടുക്കുന്നുണ്ട്. മഴ നനഞ്ഞ് പഴുവമായി. ഇന്നലെ അത് തന്നെയായിരുന്നു അവസ്ഥ, ഇന്നും അത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. പക്ഷേ കുട്ടികൾക്കുള്ളത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, നമുക്കുള്ളത് കിട്ടിയിട്ടില്ല. ഇനി നമുക്കുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അടൂര് തന്നെ വേറൊരു ഷോപ്പിൽ പോകാൻ പോവാണേ. കണ്ടോളൂ, ഞങ്ങളുടെ കൂടുള്ള ആൾ നടക്കുന്ന കണ്ടോളൂ, വീട്ടിലും കൊണ്ട് നടക്കുകയാണ്. പൊയ്ക്കുക. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ അടൂര് ഡിസൈൻസിൽ വന്ന് തുണി എടുത്തിട്ട് ഞങ്ങൾക്കുള്ളതായി, പിള്ളേർക്കുള്ളതായി. ഇനി നമുക്ക് വീട്ടിൽ പോകണം, അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇതിവിടെ ഇങ്ങനെ. എവിടെ? അടൂര്. ഇപ്പം തന്നെ സമയം ഓൾമോസ്റ്റ് 8:30 ഒക്കെ ആയി. ഇനി വീട്ടിൽ പോകണം, നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്കൊന്ന് വീട്ടിൽ പോയാൽ മതി. ഇന്നലെ വൈൻഡപ്പും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇത് നമ്മൾ ഇന്നത്തെയും കൂടി മിക്സ് ആയിട്ടായിരിക്കും ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഞങ്ങൾ ബസ്സിൽ പോകുന്നു. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കുക നമ്മളെവിടെ പോകുകയാണ്, കല്യാണത്തിന് പോവുകയാണെന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഗൈസ്, നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുന്നു. നാനക് കൺവെൻഷൻ സെൻ്റർ അല്ലേ, പന്തളം. നമ്മൾ അവിടെയാണ്. ഇത് നാനക്കല്ലേ?
കൺവെൻഷൻ സെന്റർ പന്തളത്ത്. ആ, അത് നമ്മളിവിടെ എത്തി. ഇന്നലെ റിസപ്ഷൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാം കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇതാണ് ഞങ്ങൾ ഇന്നലെ ആക്ച്വലി എടുത്ത ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി എടുത്തതാണ്. നമ്മൾ ആദ്യം SMയിൽ പോയി നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഡിസൈൻസിൽ പോയി എടുത്ത ഔട്ട്ഫിറ്റാണത്. പിന്നെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫ്രണ്ട്സും, രണ്ട് സൈഡിൽ നിന്ന് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പയ്യൻ ബിസിനസ് മാനാണ്. ആക്ച്വലി അത് പുള്ളി റഷ്യയിലാണ്. അപ്പം റഷ്യയിൽ നിന്നുള്ള ആളുകളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ. അപ്പം നമ്മൾ അവരുമായിട്ടും കാര്യമൊക്കെ പറഞ്ഞു. അത്യാവശ്യം അവർക്ക് മലയാളം അറിയില്ല. നമ്മൾ ഇംഗ്ലീഷിൽ കുറേയൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ചെയ്തു. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് മിനിറ്റ്സിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മളവിടെ പെണ്ണിങ്ങോട്ട് വരുന്നതേ ഉള്ളായിരുന്നു, സ്റ്റേജിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അവിടെ കാണുന്നത്. നിങ്ങളാ വരുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. പെണ്ണിൻ്റെ കസിൻസൊക്കെയാണെന്ന് തോന്നുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മളതെല്ലാം കണ്ടു. അത്യാവശ്യം നല്ല കല്യാണം. എനിക്ക് എസ്പെഷ്യലി എനിക്ക് ഹിന്ദുസിൻ്റെ വെഡ്ഡിങ് എന്ന് പറയുന്നത് കുറേ കൂടി ഇഷ്ടമാണ്. കുറേ അവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള കല്യാണം എന്ന് പറയുന്നത് എനിക്ക് കുറേ കൂടി ഇഷ്ടമാണ്. അപ്പം നല്ലൊരു കല്യാണമാണ്. അപ്പം പയ്യൻ്റെ വീട് മലപ്പുറത്താണ്. അപ്പം ഇനി ഒരു കല്യാണം കഴിഞ്ഞ് ഇന്നലെ അങ്ങ് മലപ്പുറം പോകും. അപ്പം കല്യാണത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു താലി കെട്ടുന്ന സമയത്ത്. ആക്ച്വലി പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് എടുത്ത് പറയാനെന്ന് വെച്ചാൽ ഇന്നലെയും റിസപ്ഷനും ഇന്നും അതേപോലെ തന്നെ ഒരു ഫ്യൂഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു, പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഫുട്ടേജും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ ഈ ഹിന്ദുക്കളുടെ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കൈ ചുറ്റി വലം വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫ്യൂഷൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം നല്ല പ്രോഗ്രാമായിരുന്നു അത്. എനിക്ക് കല്യാണത്തിനെക്കാട്ടിലും കൂടുതൽ കുറേയും കൂടി ഇഷ്ടമായത് ഈ പാട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. അത് ഇന്നലെ ഉണ്ടായിരുന്നു അവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ. ഇന്നലെയും അവിടെ ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ആ നിൽക്കുന്ന ബ്രൗൺ കളറ് ഷർട്ട് ഇട്ടത് കുർത്ത ഇട്ടതാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ആക്ച്വലി അത് നമ്മുടെ റിസപ്ഷൻ വീഡിയോയ്ക്കകത്തുണ്ട്. ഞാൻ അവനുമായിട്ട് കാര്യം പറയുന്ന വീഡിയോയ്ക്കകത്തുണ്ട്. സദ്യ ഉണ്ണാൻ ഇരിക്കുകയാണ്. കാണിച്ചുതരാം. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? സൂപ്പർ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അല്ലേ? നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് കഴിക്കാം. പരിപ്പും ചോറ്, നെയ്യ്, കിട്ടില്ല ഗൈസ്, പപ്പടത്തിനടിയ ഗൈസ്. എന്തായാലും കൊല്ലംകാരിയാണെന്ന് അവൾ തെളിയിക്കുന്നുണ്ട്. പപ്പടം കിട്ടാത്തതിന് ഇവിടെ കിടന്നടിയാണ്. കൊല്ലംകാരി, അസൽ കൊല്ലംകാരി. ശരണി നിന്റെ ബോളി പായസം എങ്ങനെ ഉണ്ട്? ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞാൻ രണ്ടാമത് കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഒരു ശകലം നടക്കാൻ വയ്യ. അതിൻ്റെ കൂടെ നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ശരണ ഇവിടെ ഇരുന്നുകൊണ്ട് പറയായിരുന്നു, ഒരു പില്ലോ കിട്ടിയായിരുന്നു ഇവിടെ എവിടെയെങ്കിലും അങ്ങ് കിടന്നിട്ട് വൈകുന്നേരം വീട്ടിൽ പോകാമെന്നാണ് നമ്മളവിടെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷേ ഇതിൻ്റെ വൈൻഡപ്പും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. തിരിച്ച് വന്നത് ഞാൻ എങ്ങനെയൊക്കെയാണ് വീടെത്തിയത്. എനിവേസ് നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.